ഹലോ ഗായ്സ്, ഞാനവിടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻഡ് ക്രാഫ്റ്റിൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ് ഗൈസ്. അപ്പം എന്താ പറയുക, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. എനിക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ കുറച്ചധികം എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തതിനെ കുറച്ച് താമസിച്ചിടാൻ വേണ്ടിയാണ് ഗൈസ്. എപ്പോഴും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് നമ്മൾ വീഡിയോ ഇടുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട ഗൈസ്. ഒക്കെ അങ്ങനെ കിട്ടുമെന്ന് തോന്നില്ല. കാരണം എപ്പോഴും അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നില്ല. അപ്പോൾ ഈ വീഡിയോ അപ്പോൾ കാണുന്ന എല്ലാവരും ആദ്യം പറയുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ സബ് ചെയ്ത് ആരെയും കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ് ചെയ്യുക. ഇതുപോലെ ഇനിയും കുറച്ച് വീഡിയോ ഒക്കെ നല്ല നല്ല കണ്ടൻറ്റിൽ നല്ല വീഡിയോ ഇടാൻ ഞാൻ ഉറപ്പായിട്ട് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന ആരെങ്കിലും സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സബ് ചെയ്യുക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക്. അപ്പോൾ ഇന്നെന്താ പരിപാടി? ഇന്നെന്താ കഴിഞ്ഞ പരിപാടി, കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ മണ്ടയ്ക്ക് ഒരു ഫാം ഉണ്ടാക്കി. പിന്നെ ഞാൻ അത് അവിടെ വെച്ച് തന്നെ ഞാൻ നിർത്തിയായിരുന്നു. ഞാൻ ഇവിടെ വെച്ചാൽ നിർത്തി. പിന്നെ ഇങ്ങോട്ട് വന്ന് വേറെ ഞാൻ കാണിച്ചൊന്നുമില്ല. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും കാണിച്ചില്ല. ഷീർ വെച്ച് നമ്മുടെ ഈ സാധനം അങ്ങ് എടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കൈ വല്ലതും ഉണ്ടാ? സാധാരണ പോലെ തന്നെ പ്രത്യേക ഒരു എമ്മറാണ്ട് കിട്ടും. ഒരു മിൻറ്റീസ്. ഒക്കെ നമ്മുടെ ഈ സാധനം ഉള്ളതുകൊണ്ടേ നമുക്ക് ഇതിന് ഇത് നമ്മുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. ഇത് കുറച്ചങ്ങ് പറിച്ചെടുത്തിട്ട് ഇതിവിടെ കുറേ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതങ്ങ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആകുമ്പോൾ എനിക്ക് എമ്മറാണ്ട് വരും. കിട്ടിയോ? വേഗം ഇപ്പോൾ പോലെ. ഓക്കെ, ഈ സാധനം ഉണ്ടെങ്കിൽ എമ്മറാണ്ട് മറന്നു വരും. ഇത് ഒത്തോ എൻ്റെ മോൻ, ഇത് ഇപ്പോൾ ക്രീപ്പർ വന്നേ. എൻ്റെ മോനെ, ക്രീപ്പറാ എവിടുന്ന് തന്നെ? അത് എൻ്റെ ആട് മൊത്തം പോയി കാണും. അത് അഫ്കോഴ്സ് അങ്ങനെ. അയ്യോ, കുട്ടി ആടിനെയൊക്കെ പറക്കി വെക്കാൻ വേണ്ടി തറക്കാലം ഇവിടെ പോയിട്ട് ഇതിനകത്ത്, അയ്യോ ഇതല്ല ഇതിനകത്ത് ഒരു ഫെൻസ് ഇല്ല നമ്മുടെ. ഇത്ര ഫെൻസ് ഉള്ളു നമ്മളിത്. ഇത്ര മതിയായിരിക്കും നമുക്ക്. ഇതെടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് വേഗം അങ്ങോട്ട് പോകാൻ കാണാം. പാലുകളൊക്കെയാണ് കിട്ടിയിരുന്നതാ. ഇവിടെ മൊത്തം പൊട്ടിച്ച് വെച്ചിട്ടിരിക്കുക. പോലെടാ കഷ്ടമുണ്ടാ, പോലെടാ. ശരി മോനെ, എല്ലാം നശിപ്പിച്ചിട്ട് പോയി. ബെഡ് എല്ലാം ഉണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ എങ്ങാണ്ട് വന്ന് പൊട്ടിയത് ഞാൻ ശ്രദ്ധിച്ചില്ലേ? ആ ഒച്ച കേട്ടപ്പോഴായിരുന്നു എനിക്ക് പെട്ടെന്ന് ഓടാൻ പറ്റില്ല. കാരണം ഞാൻ ആ ഒരു ട്രേഡിൻ്റെ ആ ഒരു ഇതിൽ നിൽക്കുകയാണ്. എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറാൻ കയറാനും പറ്റത്തില്ല. എൻ്റെ ആട് മൊത്തം പോയി. എൻ്റെ ഇനി അവിടെ പോയിട്ട് വീറ്റ് ഒപ്പിച്ചൊന്നും ഇങ്ങനെ പിടിക്കണം. മതി പോകുന്നില്ല. ഈ സാധനം നമ്മൾ എടുത്തിട്ട് ഇത് ഇവനുമായിട്ട് ട്രേഡ് ചെയ്തിട്ട് ഒരു എമറാൾഡ് അങ്ങോട്ട് മേടിക്കാം. ഇങ്ങോട്ട് ഓക്കെ, എമറാൾഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എമറാൾഡ് വെച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇവൻ്റെ ഇനി എമറാൾഡ് മേടിച്ചു. ഇവൻ ഇവിടെ പൂട്ടിയിടാം ഗൈസ്. ഇവനെ നമുക്കിവിടെ പൂട്ടിയിടാം. ഇവൻ ഈ സാധനം തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇത് ഇത്രയും കൂടെ ഉണ്ട്. ഇവനത് ലോക്ക് ചെയ്തെന്ന് തോന്നട്ടെ. എമറാൾഡ് അത് ലോക്ക് ചെയ്ത് ഒന്നും പറയണ്ട. ഈ സാധനം നമുക്ക് കിട്ടും. ഈ പുറത്ത് നിന്ന് ഇറങ്ങിപ്പോയ ഈ അനുസരണയില്ലാത്ത ആടുകളൊക്കെ ഒന്ന് തീർത്ത് കളഞ്ഞേക്കാം. അവന്മാർ ബാക്കി ജോലിയൊക്കെ ഓക്കെ പോയി കൊണ്ടുപോകുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ പരിപാടി ഇന്ന് വേറൊന്നുമല്ല. ഇന്ന് ആ പരിപാടി ഈ ക്രീപ്പർ വന്ന് കുളമാക്കി. ഇതിൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് ഞാൻ പറയാൻ വേറൊന്നുമല്ല. നമുക്കൊരു കുളവും കാര്യങ്ങളും ഉണ്ടാക്കണം ഗൈസ്. അതായത് നമുക്കൊരു മീൻ കുളം പോലെ വെറുതെ സെറ്റപ്പാക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സാധനം നമുക്ക് ആക്കണം. അതിന് വേണ്ടിയാണ് ഓക്കെ. അപ്പോൾ നമുക്ക് അങ്ങനെ കുളം നമ്മൾ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയാണ് നമ്മുടെ പരിപാടി ഇന്നിവിടെ നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആക്കിയിട്ട് ഇത്ര ആട് മതി. നമുക്ക് തറക്കാലം ഇത്ര ആട് മതി. ആട് അത്ര ആണെങ്കിൽ അത്ര നീ നമ്മൾ ചെറിയ ചെറുക്കനല്ലേ
പോകാൻ വലുതായി തോന്നിട്ട് പോകാൻ വലുതായി കേട്ടോ. അത് കൊള്ളല്ലോ അവിടെ ഇരുന്ന്. ഇത് എവിടെ നിന്ന് ഇങ്ങനെ പോകണം ഈ സാധനം ലാമ അറിയാൻ പാടില്ലാത്ത അയ്യോ അയ്യോ. പിന്നെ എൻ്റെ തലക്കിട്ട് ഓടിക്കും കൊന്നു. അയ്യോ അവനെ നീ കൊന്നു. അയ്യൻ്റെ മൈൻഡ് സൂപ്പറാട്ടോ. ഞാൻ എന്നെ കൊണ്ടുണ്ട് എതിർ കിടപ്പുണ്ടാവും. വലിയ എതിർ പറയട്ടെ. അതിന് മുമ്പ് നമ്മൾ ഈ സാധനമൊക്കെ എടുത്ത് ഇട്ടിട്ടില്ല. നമ്മൾ നമുക്ക് സാധനമൊക്കെ എടുത്ത് ഓക്കെ. ഇനി പാൻറ് ഓക്കെ സെറ്റ് 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 അടിപൊളി. ഓക്കെ ഇപ്പോൾ നമ്മൾ സെറ്റപ്പായി. പിന്നില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ നമുക്കൊരു കുളം ഉണ്ടാക്കണം. അതായത് എവിടെ കുളം ഉണ്ടാക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ വീടിൻ്റെ മുറ്റത്തൊന്നും ഉണ്ടാക്കി വെച്ചാൽ രസം ഉണ്ടാവില്ലായിരിക്കും അല്ലേ. അതെന്തോ പോലെ ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ഞാൻ വിചാരിക്കും നമ്മുടെ ഫാമിൻ്റെ അടുത്ത് ആ ഒരു ഏരിയയിൽ അങ്ങ് ഉണ്ടാക്കാനാണ്. ഓ ഇവിടുത്തെ ഇതൊക്കെ തെറിച്ച് പോയിട്ടാ. ഓക്കെ ഇപ്പോൾ സെറ്റപ്പായി. എനിക്കൊരു സ്ഥലമായില്ല. ഇവനെ വന്നേക്കെ. ഓക്കെ അപ്പം ഇവിടെയാണ് നമ്മൾ സെറ്റപ്പ് ആക്കാൻ വേണ്ടി പുറകെ കൊണ്ടുപോയിട്ട്. അപ്പം അതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചോപ്പ് ആട് അവിടെ നിൽക്കുന്നു. ആടല്ലേ. അപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇവിടെയായിട്ടൊരു കുളം ഉണ്ടാക്കാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ ഫാം ഇവിടെ ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. ഈ വീട് നമുക്കങ്ങ് എടുത്തേക്കാം. അപ്പം നമുക്ക് ആ ഒരു കുളം നമുക്കിവിടെ സെറ്റാക്കണം. ഏതാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഉണ്ടാക്കി വെക്കാം. സത്യം പറഞ്ഞാൽ ഇവിടെ ആയിട്ട് ഈ ഫാമിനോട് അടുത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. തൽക്കാലം ഞാനൊരു പ്ലാൻ ഈ രാത്രി തന്നെ. സോംബീസൊക്കെ ഉണ്ട് കേട്ടോ. എടാ എന്നെ എന്തേ എടാ സൂക്ഷിച്ചൊക്കെ നമ്മളെ കൊല്ലണം കേട്ടാ. ഒരു ഏരിയ നമ്മളതൊന്ന് മാർക്ക് ചെയ്യണം. ചാളി നിന്നെ ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ കേട്ടാ. നിന്റെ ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. സോംബിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇങ്ങോട്ട് നീ അങ്ങോട്ട് പോകണ്ട ചാളി. ആ ചാളി ചാളി ഓടിക്കോളാം ചാളി. കന്നെ വിട്ടു ചാളി. അയ്യോ മോർച്ചേഴ്സ് അടുത്തോന്ന് പറയുന്നു. എന്നെ വേണം ചാളിക്കൊന്നും പറ്റിയില്ലേ. അയ്യോ അയ്യോ നമുക്ക് ഇനി ഇറങ്ങാൻ പറ്റത്തില്ലേ. യുദ്ധത്തിൽ ഇറങ്ങണം. ഈ തടാകം പോലെ എത്ര ഇങ്ങനെ ഒരു സ്ഥലം കിടക്കുന്ന ഒരു കുളമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിവിടെയൊക്കെ ഇങ്ങനെ കുഴിച്ച് ഇവിടെ ഇങ്ങനെ കുഴിച്ച് ഇതിലൊരു സ്റ്റെപ്പ് പോലെ കുഴപ്പമില്ല. ഇവിടേക്ക് വരുന്നതൊക്കെ അങ്ങ് വന്നോട്ടെ. ഇവിടെ കൂടെ ഇങ്ങനെ തന്നെ ഒരു അടിപൊളി കുളമാക്കണം. പൊട്ടിപ്പോയി എന്തെങ്കിലും കുഴപ്പമില്ല. നമുക്കിങ്ങനെ കിട്ടുന്നതൊക്കെ അങ്ങനെയൊക്കെ വിടാം. ഒച്ച നല്ല രസം ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു കുളം ഇങ്ങനെ സെറ്റാക്കാമെന്ന് വിചാരിച്ചിരുന്നത്. കൂടിപ്പോയി. ഫുഡ് നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കണം. നമ്മൾ ക്യാരറ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ചേക്കാം. കുറച്ച് ക്യാരറ്റ് എടുത്ത് കൈ പിടിക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചത്തു. നമുക്ക് പറ്റുമെങ്കിൽ ഈ കുളമൊന്ന് വലുതാക്കിയാൽ കൊള്ളാം. നല്ല രീതിയിൽ വെള്ളം വലുതാക്കിയിട്ടൊരു
നല്ല അടിപൊളിയായാണ്. മണ്ടത്തിലായിട്ട് കാണിച്ച് ഞാൻ അങ്ങോട്ട് കൊണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ കയറിപ്പോകും. ഇവിടെ കൊണ്ട് വെള്ളം ഒഴിച്ചു ചീസ്. ഒന്നും പറയണ്ട, നമ്മളിങ്ങനെ അബദ്ധം പോലെ കാണിച്ച് ലാസ്റ്റ് ഇവിടെ മൊത്തം നമുക്ക് സെറ്റപ്പ് ആകാൻ പിന്നല്ല കെന്തലീസ്. അയ്യോ ഞാൻ കിട്ടിയതുപോലെയൊക്കെ ഒഴിച്ചു വെച്ചതാണ്. കിട്ടിയിട്ടുണ്ട്. ഇതിനെ വേറെ കൊള്ളാം. എന്നിട്ട് അടുത്തതിനെ പിടിച്ചോണ്ട് വരാം. അടിപൊളി. ഇതിനെ കൊണ്ട് അതിനകത്തിടാൻ കഴിച്ചു. അപ്പം നല്ല രസമായിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞ് അടിപൊളി കൊള്ളാം അടിപൊളി, കുഴപ്പമൊന്നുമില്ല. പിന്നല്ല മീനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിനെ പിടിക്കാം. അവിടെ മീനുണ്ട് കേട്ടോ. ഇത് അവിടെ ഏതാണ്ട് മീനുണ്ട്. ഇവിടെ കൊണ്ട് വരുന്നില്ല മീനൊക്കെ ഉണ്ട്. എന്തേ അവനോട് വരുന്നത് അവനവിടെ നിന്ന് അത് നോക്കാം. അല്ലാതെ പിന്നെ ചെന്ന് കൊടുത്ത പണി കിട്ടും ഗൈസ്. നീ വാ നേരം പാടാ. നീയോ ആ കിട്ടിയിട്ടുണ്ട്. വേഗം പോയിട്ട് ചാടിയിട്ട് എടുത്ത് കൊള്ളാം. തൽക്കാലത്തേക്ക് മീനല്ലാതെ വേറെ മീനുണ്ടാകും. നമുക്ക് ട്രോപ്പിക്കൽ ഫിഷിനൊക്കെ കിട്ടും. മോനെ ഇവിടെ സീനായല്ലോ കിടന്നുറങ്ങിയേക്കാം കഴിച്ച്. നല്ല സീനാവും. യെസ് എന്തോടെ ഒച്ചോട്ടല്ലോ ആടാ സമ്മല്ലേ എന്താ പ്രശ്നമായിരുന്നല്ലോ ഇവിടെ. എന്താ ഒച്ച കേട്ടല്ലോ. എൻ്റെ ഏരിയയിലാണ് കയറിയത്. ഇവിടെ വീട്ടൊക്കെ കൊണ്ടിട്ടോ നമുക്ക് കുളത്തിന് അതുകൊണ്ട് മീനിടാം. എനിക്കറിയാം കുളം കണ്ടിട്ടുണ്ടെങ്കിൽ കുളമെന്ന് പറയത്തില്ല. വെറുതെ രസത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാൻ. തിന്നത്തില്ലെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ഇനി തിന്നായിട്ട് കൊടുക്കണ്ടേ. അപ്പോഴത്തെ ക്യാരറ്റ് കൊടുത്താ പൈസ. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ മണ്ടത്തരം കാണിച്ചതൊന്നുമല്ല. ക്യാരറ്റ് വെറുതെ രസത്തിന് ഇട്ട് കൊടുത്ത. അതൊരു പന്നി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഏതായാലും കൂട്ടി കയറ്റിടാം. നമുക്ക് പിന്നെ എവിടെ നിന്നൊക്കെ പന്നീനെ കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് കൊണ്ട് ഇട്ടാൽ മതിയല്ലോ. കോഴി ഇറങ്ങിയിട്ടുണ്ട്. ബൈ സി യു. ചാർലി പിന്നെ നമ്മുടെ അടുത്ത് ടെലിപ്പോർട്ടൊക്കെ വന്നു. അതുകൊണ്ട് കുഴപ്പമില്ല. ചാളി വാ. അപ്പം
അപ്പോൾ അത് തന്നെ നമുക്ക് കുളമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ഷവലുണ്ട് പറഞ്ഞാൽ ഷവലുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏതാണ്ട് നല്ലൊരു വഴിയാക്കിയിടാം. ഒരു ഷവലുണ്ട്, പിക്കാക്സ് ഒന്നും വേണമല്ലോ. ഷവല് കിട്ടിയിട്ടുണ്ട്. ഷവൽ വെച്ച് നമുക്ക് അങ്ങോട്ട് വഴിയാക്കിയിടാം. അതായത് ഇവിടെ ഇങ്ങനെ ഒരു വഴി പോലെ നമുക്കിവിടെ സെറ്റാക്കി ഇടാൻ പറ്റും. ഇങ്ങനെ 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 എന്തൊരു വാടകയുണ്ട് മതി. നമുക്ക് ഇങ്ങോട്ടൊരു ഇങ്ങനെ വഴിയാക്കിയിട്ടേക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. വെള്ളം വേണം നിറയ്ക്കാം, പിന്നെ ഇങ്ങനെ കിടന്നോട്ടെ. വെറുതെ അവിടെ കാടും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ ആവുമല്ലോ. പിന്നെ അപ്പം ഒരു കുളത്തിൻ്റെ പരിപാടി സെറ്റപ്പ്. കുറച്ച് ടോർച്ച് കിട്ടി. ഇല്ല എന്തിനാവട്ടെ. ഇപ്പം നമുക്ക് അങ്ങനെ ഒരു കുളം അവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ അതൊരു നല്ല ഇതായിരുന്നു. ഓക്കെ, മഴ പെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീറ്റ് മൊത്തം ആയിക്കൊണ്ട് എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ മണ്ടഭാഗം ഒന്ന് സെറ്റപ്പ് ആക്കാം. മണ്ടയ്ക്ക് 2 നിലയൊക്കെ പണിയാനൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം ഗൈസ്. നമുക്ക് ഇന്ന് കിട്ടിയ സാധനമൊക്കെ നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. അപ്പം ഇതിനകത്ത് എന്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡേർട്ടില്ലല്ലോ, വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. ഇല്ല, ഇതിനകത്ത് എന്താണുള്ളത്? ഇതിനകത്ത് കോബിൾ സ്റ്റോൺ. നമ്മൾ കോബിൾ സ്റ്റോൺ കിട്ടിയിട്ടില്ല. പിന്നെ ഇതിനകത്ത് എന്താണ് ഫുഡ് ഐറ്റംസ് ഇങ്ങോട്ട് പോട്ടെ. ഈ ഒരു സാധനം ഫെദറിനകത്ത് പോട്ടെ. ഈ ഇത് തുറക്കാൻ പടമാക്കാം. ഇത് ഇങ്ങോട്ട് പോട്ടെ. ഒക്കെ ഫ്രഞ്ച് ഉണ്ടായിരുന്നു ഇവിടെ കിടപ്പോട്ട്. അത് നല്ല കാര്യമായിരുന്നു. പിന്നെ ഫുഡ് ഐറ്റം എന്താണുള്ളത്? ഫുഡ് പിന്നെന്താണ് ലെതർ ഇങ്ങോട്ട് പോട്ടെ. ലെതർ വെച്ച് സാഡിലുണ്ടാക്കി ഇപ്പം നമുക്ക് കഴിയില്ലാണ്. നമ്മുടെ അയണില്ലാതെ നമുക്ക് പിന്നെ ഇതുണ്ടോ ഹോൾസ് ആർമർ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഈ സ്പിന്നിങ്ങോട്ട് വെക്കാനുള്ളത്? പ്രത്യേകിച്ച് ബീട്രൂട്ട് മേലെ പമ്പിങ് സീഡ് മറ്റേ ട്രേഡറിൻ്റെ മേടിക്കാൻ പറ്റും. ഞാൻ മേടിച്ചില്ല. ടൂൾസ് അങ്ങനെ വെക്കും വെറുതെ രസത്തിന്. ഒരു വാള ഏതായാലും ട്രേഡ് എടുത്ത് തീയ ഷവലും ആക്സ് ബക്കറ്റ് അങ്ങോട്ട് പോട്ടെ. ബക്കറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇത് അങ്ങോട്ട് പോട്ടെ. ഇവിടെ ഇരിക്കട്ടെ. ഷിയർ അതേപോലെ തന്നെ ഈ ഒരു ബെഡ് കഴിയുന്നോട്ട് ആവശ്യം. പിന്നെ ഇവിടെ അത്രയൊക്കെ മതി. പ്രത്യേകിച്ച് വേറെ നമുക്ക് നമ്മുടെ വൂളും കാര്യങ്ങളും വെക്കാൻ വേണ്ടി ഒരു ചെറിയ പെട്ടി. നീ മാറിക്കങ്ങോട്ട് മാറിക്കണേ, പെട്ടി തുറക്കട്ടെ. വൂള് അങ്ങോട്ട് പോട്ടെ. ഒരു 5 ഉണ്ട് ഇവിടെ. പിന്നെ നമുക്ക് വൂൾ കിട്ടിയത് 61 വൂളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വെള്ള വൂള്. കുറേ കാർപ്പറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അവിടെ വീഴ്ചയാൻ പറ്റും. അത് നല്ല കാര്യമാണ്. കുറേ ബെഡും ഉണ്ടാക്കാം. പിന്നെ നമുക്ക് വേറെ വൂളൊന്നും കിട്ടിയില്ലോ. പിന്നെ ഇതിനകത്ത് വുഡാണ് തോന്നുന്നു. വുഡ് ഇവിടെ ഇരുന്നോട്ടെ. പിന്നെ ഡേർട്ട് വെക്കുന്ന കിട്ടിയത് ഇതല്ലേ ഇരുന്നത്? അതന്നെ 64 ഡേർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വെച്ചിട്ട് ഇത് ഇങ്ങോട്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് കേവും കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഒന്ന് പോകണം ഗൈസ്. പിന്നെ നമുക്ക് വീടിൻ്റെ സെറ്റപ്പും ഇങ്ങനത്തൊന്നും ഇല്ലാട്ടോ ഗൈസ്. ഇത്രയും കാര്യങ്ങളൊക്കെ കയ്യിരുന്നോട്ടെ. ഈവൻ തോന്നിട്ട് മറ്റേ ഒരുമാതിരി റിപ്പയറൊന്നും. ഇവിടെ നമ്മുടെ സ്റ്റോറേജിങ് ഏരിയ വെറുതെ വെക്കാൻ അവസരം. ഈ കയ്യിൽ നമ്മളെന്ത് കാണിക്കുന്നത് സ്ഥിരം കാണിക്കുന്ന പരിപാടി ഇതിനകത്ത് കൊണ്ട് വെക്കും. കൊണ്ട് വെക്കും.
പിന്നെ ഇതിനകത്ത് ഈ 5 ഇങ്ങോട്ട് പോട്ടെ. ഇതിനകത്തും കുറച്ച് അങ്ങോട്ട് പോട്ടെ, ഫുള്ളാക്കി വെച്ചേക്കാം. 3 കയ്യിലേക്ക് പിന്നെ അവിടെ ക്ഷാമമൊന്നും ഇല്ലാത്തതൊന്നും മീനില്ല. പിന്നെ ഇതിനകത്ത് എന്താണ്, ഇതിനകത്ത് ഈ സാധനമുണ്ട്, കുക്കായിട്ടുള്ള മറ്റേ സാധനമുണ്ട്. അപ്പം ഏതായാലും പുറത്ത് നല്ല മഴ, അകത്ത് നമ്മളിതോ എവിടെ ഇങ്ങനെ മഴയും കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഗൈസ്, മഴയും കണ്ടുകൊണ്ട്. അപ്പം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ പുറത്തൊക്കെ മഴയും കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമ്മൾ പുതിയൊരു കണ്ടൻറ്റായിട്ട് വരുന്നതായിരിക്കും. അപ്പം ആ വീഡിയോ കാണാൻ വരെ എല്ലാവർക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഷെയർ ചെയ്ത് സബ് ചെയ്യാത്തതുകൊണ്ട് വീഡിയോ ആരെയും സബ് ചെയ്യാതെ കാണും പ്ലീസ്. ഒന്ന് സബ് ചെയ്ത് പ്ലീസ്, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം പ്ലീസ്. വീഡിയോ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും താങ്ക്സ്. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ചെയ്യാത്തവരും ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.